സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനലി അവസാനിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ലൈവ് സ്ട്രീമിംഗ് ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു നിമിഷം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബിഗ് ബോസ് ലൈവ് സ്ട്രീമിംഗ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ ഒരു 99 ദിവസങ്ങളോളം മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സീസൺ 7 നമുക്കിനി ഇല്ല, അവസാനിച്ചു അല്ലെ. അപ്പം ഈ ഒരു സീസണെ പറ്റി നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഒരു എന്താ പറയുന്നത്, നമ്മൾ പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസും നിലവാരമില്ലാത്ത ഒരു സീസണും എന്ന്. എന്നിരുന്നാൽ പോലും ഇത്രയും ദിവസം കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ശതമാനം ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർ കണ്ണും നട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സീസണാണ്. അത്രയ്ക്കും ഒരു മിസ്സിംഗ് ഒന്നും പേഴ്സണലി എനിക്ക് ഈ ഒരു സീസണോട് വരുന്നില്ല, അല്ലെങ്കിൽ തോന്നുന്നില്ല. ഇതുവരെയും നമ്മൾ പല സീസണുകളും കണ്ടിട്ടുണ്ട്. തമിഴാണെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും മലയാളമാണെന്നുണ്ടെങ്കിലും സീസൺ 1 മുതൽ നമ്മൾ കാണുന്നുണ്ട്. ലൈവ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ 24/7 കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും എല്ലാ സീസണുകളും അവസാനിക്കുമ്പോൾ നമ്മൾ ആ ഒരു സീസൺ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു മിസ്സിംഗ് ഫീലിംഗ് ഒക്കെ തോന്നാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടും ഒരു ഫീലിംഗ് ണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയല്ലോ, ഇനിയും കാണണമല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് പോലും തോന്നുന്നില്ലായിരുന്നു. ലൈവിലാണെന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ക ഒരു ബോറിംഗ് ആയിരുന്നു. ഒരു അവസാന ദിവസമാണ് അന്ന്. നമ്മുടെ അവസാന ദിവസം കണ്ടസ്റ്റൻസ്, നമ്മുടെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ഇന്നൊരു മിഡ് വീക്ക് എവിഷൻ നടത്തി എന്നതല്ലാതെ മികച്ചതായിട്ടൊന്നും തന്നെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അത് മറ്റ് ഭാഷകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്ന ആ ഒരു ലൈവ് സ്ട്രീമിംഗ് തീരുന്നതിന് മുന്നേ ആ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇന്ന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു സീസണെ പോലെ തന്നെ തികച്ചും ബോറായിട്ട് തന്നെ ബിഗ് ബോസ് എങ്ങനെയൊക്കെയോ ഈ ഒരു സീസണിന്റെ ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നാളെ ഗ്രാൻഡ് ഫിനാലെ, അതെ, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആരായിരിക്കും ഈ ഒരു സീസൺ 7 കപ്പ് ഉയർത്താൻ പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആരായിരിക്കും വിജയിക്കുന്നത്, നിങ്ങൾ പ്രേക്ഷകർ ആരായിരിക്കും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആർക്കാണ് വോട്ട് ചെയ്തത്, അതുപോലെ ഈ ഒരു സീസൺ നിങ്ങൾ പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടോ, ഇത് തീർന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രേക്ഷകർക്കുണ്ടോ എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അവസാനമായിട്ട് ഒന്നുകൂടി മാത്രമേ പറയാനുള്ളൂ, വോട്ടിംഗ് അവസാനിച്ചിട്ടില്ല, ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് പ്രോപ്പർ ആയിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞ് തങ്ങളുടേതായിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ച കണ്ടസ്റ്റൻസിന് മാത്രം വോട്ട് ചെയ്ത് ഈ ഒരു സീസൺ എന്താണെങ്കിലും അലമ്പായി പോയി, ഒരു മികച്ച വിന്നറെയെങ്കിലും നമുക്ക് ലഭിക്കട്ടെ. ഈ ഒരു സീസണിലെ വിന്നർ എന്നെങ്കിലും പറയുമ്പോൾ നമുക്കൊരു മികച്ച രീതിയിൽ ഗെയിം കളിച്ചല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ സീസണിന് വേണ്ടി കൊടുത്ത ഒരാളാവട്ടെ വിന്നാകാൻ പോകുന്നത്. അതല്ലാതെ PR-ന്റെ സപ്പോർട്ടോടു കൂടിയും മറ്റ് പല കണ്ടസ്റ്റൻസിനെയും വ്യക്തിഹത്യ ചെയ്തും ആരോപണങ്ങൾ നടത്തിയും എല്ലാം മുൻപിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് ഒന്നും വിജയിക്കാതിരിക്കട്ടെ. അതിന് നിങ്ങൾ പ്രേക്ഷകർ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ജെന്യുവനായി നിൽക്കുന്ന കണ്ടസ്റ്റന്റിന് ഈ അവസാന നിമിഷമെങ്കിലും വോട്ട് ചെയ്ത് നല്ലൊരു കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിൽ വിജയിക്കട്ടെ. പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ ഒരു സീസണ് മേലുണ്ട്. അതായത് സീസൺ 7 വന്ന കണ്ടസ്റ്റൻസ്, ടാസ്കുകൾ, അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ തന്നെ ഒരു നിലവാരവും ഇല്ലാത്ത സീസൺ എന്നുള്ള എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു വിന്നർ കൂടി, ഏറ്റവും മോശമായിട്ടുള്ള ഒരു വിന്നർ അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിന്നർ ആകേണ്ടാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു ഡിസേർവ്ഡ് അല്ലാത്ത ഒരു വിന്നർ ആവരുത് ഈ ഒരു സീസൺ 7 എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. എല്ലാം പാളിപ്പോയി ഈ ഒരു സീസണിൽ. അപ്പോൾ ഒരു വിന്നറെങ്കിലും അറ്റ്ലീസ്റ്റ് ഡിസേർവ്ഡ് ആയിട്ട് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വന്ന, സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന്, അല്ലെങ്കിൽ സ്വന്തം കഴിവുകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് പറ്റുന്നത് പോലെ കാണിച്ച് പ്രേക്ഷക സപ്പോർട്ടിൽ വിജയിച്ചൊരു വിന്നർ തന്നെ ആവട്ടെ. അപ്പോൾ PR-നെ അടിച്ചമർത്തി പ്രേക്ഷകർ തന്നെ വിജയിക്കട്ടെ ഈ ഒരു സീസണിൽ. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മളും നിർത്തുകയാണ്. ഇനി ഫിനാലെ അപ്ഡേറ്റുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.